പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ അരുൺ ബഷീർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ളൊരു മറുപടിയായിട്ടാണ് ഈ ജസ്ന വന്നിരിക്കുന്നത്. കാരണം എൻ്റെ കസിൻ ബ്രദറാണ്, എൻ്റെ ഭർത്താവിൻ്റെയോ കുട്ടികളുടെയോ ഫോട്ടോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം എന്നെ സമൂഹത്തിൽ ഇത്രയും വലിച്ചു കീറുന്ന ആൾക്കാർ എൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും അതിനകത്ത് വലിച്ചു കീറേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഈ ജസ്നയെ വിവാഹം ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് സലീം എന്നാണ്. ഈ സലീം ഇച്ചിരിയെങ്കിലും ആംബിയർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവളുടെ ഈ സോക്കേട് എന്താണ് എന്നുള്ളത് അത് കേരളത്തിലെ പൊതുസമൂഹത്തോടൊന്ന് അറിയിച്ചു കൊടുക്കണം. കാരണം കണ്ണന്റെ ജസ്ന എന്നാണല്ലോ സാധാരണ അറിയപ്പെടാറ്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. അതായത് ആ അമ്പലനടയിൽ അവിടെ പൂജ നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ആ അമ്പലനടയിൽ നിന്നുകൊണ്ട് ഈ അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതും ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു പെണ്ണിനെ വിളിച്ചത് നീ വേശ്യയാണ് എന്നാണ്. അപ്പം അത്രത്തോളം പരിപാവനമായിട്ടുള്ള ആ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ തെമ്മാടിത്തരം പറയുന്ന ഇതുപോലുള്ള അഴുക്ക് ഫാമിലിനെയൊക്കെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? എന്തായാലും ഇവള് മുസ്ലിം നാമധാരിയാണ്, മുസ്ലിം വേഷത്തിലാണ്. പക്ഷെ കാരണവശാലും ഇവളെ മുസ്ലിം ആണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് നിങ്ങൾ ആരും ഇതിനകത്ത് കമന്റ് ഇടരുത് കേട്ടോ. ഇവളെയൊക്കെ പണ്ടേ പടിയടച്ച് പിണ്ടം ഇസ്ലാം മതത്തിനെയോ അല്ലെങ്കിൽ ഒരു പള്ളിയെ കുറിച്ചിട്ടോ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു കമന്റാണ് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്നവൾ, ഇസ്ലാം സഹോദരങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നവൾ എന്ന്. അതില് എൻ്റെ മകളെയും കൂടെ ചേർത്ത് പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ ദേഷ്യമായി. കാരണം എൻ്റെ മകളുടെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഒരാള് മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്താല് ആരായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമസ്കാരം. ഇവിടെ നമുക്ക് പറയാനുള്ളത്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ജസ്ന സലീം, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ധന്യ പാലക്കാട്, ഇവർക്ക് കിട്ടിയ സമ്മാനമാണ് നിങ്ങൾ ആദ്യം കേട്ടത്. അതിന് ഒരു ആവർത്തിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേൾക്കണം. കേട്ടാൽ നല്ലപോലെ മനസ്സിലാകും. ഇത്ര പ്രവർത്തിച്ചാൽ, ഈ രീതിയിൽ സമുദായത്തിൽ വന്ന് അസ്വസ്ഥത ഉണ്ടാക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്, ആരെല്ലാം എന്താണ് കുറ്റം പറയുന്നത്, അതിനെ ഏൽക്കേണ്ടത് ആരാണ്, അതിൻ്റെ ചുമതല ആർക്കാണ്, ഇത് എന്തുകൊണ്ടാണ് നിയന്ത്രണമില്ലാത്ത ഓട്ടം? സഹോദരന്മാരെ, ഇതര സമുദായക്കാരെ, എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. ഇത്തരം കാര്യങ്ങൾ, ഒരു അവിവേകമുണ്ടാക്കുന്നവർ നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ 2 സമുദായത്തിലും, അതല്ല 3 സമുദായത്തിലും, എത്ര മതമുണ്ടോ എല്ലാ സമുദായത്തിലും നമുക്ക് തമ്മിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ടെങ്കിൽ അതിനെ കഴിയുന്നത്ര അകറ്റി നിർത്തണം. അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇവിടെ ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? മുസ്ലിം സമുദായത്തിൻ്റെ ആ പെൺകുട്ടിയെ ഹിന്ദു സമുദായക്കാരാണ് പ്രോത്സാഹിപ്പിച്ചത്. അതുപോലെ ഈ ധന്യ പാലക്കാടിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. മുസ്ലിം സമുദായക്കാരാണ് കൂടുതൽ കമൻ്റിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇവരെ കൊണ്ടാണ് നാശമുണ്ടാകുന്നത്. ഇവർക്ക് ചെയ്യാൻ വേറെ ഒരു പണിയുമില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് അത് ജസ്ന സലീമിൻ്റെ ഒരു വീഡിയോ കാണുക, അത് മനസ്സിലാക്കാം. ഇവർക്ക് ഇങ്ങനെ കമന്റ് ഇടുമ്പോ അത്രയും ശ്രദ്ധിക്കണം. ഇവർക്ക് കമന്റ് ഇടുമ്പോ ഒന്നാന്ന് വെച്ചാൽ ഇവരൊരു മുസ്ലിം കുട്ടിയാണ്. നമ്മള് അമ്പലത്തിൽ വന്ന് ഗുരുവായൂർക്ക് അണ്ണനെ വിളിക്കുന്നില്ലല്ലോ. എന്റെ അനിയന് എന്തോ പരിപാടി ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് പെങ്ങളില്ലേ? കേൾക്കുമ്പോ വിഷമം ഉണ്ടാവില്ലേ? അതന്നെയാണ്. എന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്, ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത്. കാണാൻ പാടില്ല. പിന്നെന്താ, നമ്മളെല്ലാരും സഹോദരന്മാരല്ലേ? ബഹുമാനമുള്ളവരെ,
എല്ലാ സുഹൃത്തുക്കളെ, അതുപോലെ സ്ത്രീകളും ഉമ്മപ്പെങ്ങന്മാരും എല്ലാവരും, അമ്മപ്പെങ്ങന്മാരും ഉമ്മപ്പെങ്ങന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഇവർ അമ്പലപ്പറമ്പിൽ വന്ന്, അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് വന്ന് ഒരു മുസ്ലിം സ്ത്രീ വന്ന് ഇത്ര ചെയ്യുമ്പോൾ നിങ്ങൾ തുടക്കത്തിൽ പ്രോത്സാഹിപ്പിച്ചു. ആ തുടക്കത്തിൽ പ്രോത്സാഹിപ്പിച്ചത് തന്നെ തെറ്റാണ്, കുറ്റമാണ്. ഇവൾക്ക് പറയാനുള്ളത് വെറും കണ്ണനും ഗുരുവായൂരപ്പനും. ഇവളെ മതത്തെപ്പറ്റി ഇവർക്ക് അറിയാം, ഇവൾക്കറിയാം എന്താണെന്ന്. ഇവൾ കുറ്റപ്പെടുത്തുന്നതോ സ്വന്തം മതത്തെയാണ്. സ്വന്തം മതത്തെയും അവിടുത്തെ പഠനത്തെയും അവിടുത്തെ ഉസ്താദന്മാരെയും കുറ്റപ്പെടുത്തുന്നതാണ്. എൻ്റെ മകനെ മദ്രസയിൽ കയറ്റില്ല, പലതും. അത്ര കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് അവസാനം നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടായത്. ഗുരുവായൂരപ്പൻ്റെ നടയിൽ വന്ന് കേക്ക് മുറിക്കാൻ വന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇവളുടെ ഇരട്ടത്താപ്പ്, തട്ടമിട്ട് വന്ന് അവിടെ ചെയ്ത കാര്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മൊത്തം ഇവരെ കൊണ്ട് നമുക്ക് നന്മ ഉണ്ടാകുന്നതല്ല. ഇവിടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നത് ഐക്യത്തോടെയും യോജിച്ചു ഐക്യത്തോടെയും സ്നേഹത്തോടെ ജീവിക്കാനാണ്. ഒരു മതത്തെ മറ്റേ മതത്തോട് കലർത്താനല്ല. മനുഷ്യ സൗഹാർദ്ദമാണ് നമ്മൾ ഇച്ഛിക്കുന്നത്. മതസൗഹാർദ്ദമെന്ന് ഉള്ളത് ഇല്ല. മതസൗഹാർദ്ദമില്ല ഇവിടെ. മതസൗഹാർദ്ദമെന്ന് പറഞ്ഞാൽ ആർക്കും എവിടെയും പോയി എന്തും ചെയ്യാം, അവിടെ പോയി പ്രാർത്ഥിക്കാം, മുസ്ലിം ഭാഗത്ത് വന്ന് പ്രാർത്ഥിക്കാം, ദുആയിലേർപ്പെടാം. ദുആയിലേർപ്പെടുന്നവരുണ്ട്, പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവൻ്റെ മതം, അവൻ്റെ വിശ്വാസം അവൻ തന്നെയാണ്. മറ്റുള്ളിടത്ത് വന്ന് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടുത്ത് വന്ന് അവർ ചെയ്യേണ്ടതുമില്ല. അത് നമ്മൾ മുസ്ലിമീങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഇനിയിപ്പോൾ നമ്മൾ ധന്യപാലക്കാട് ആ സ്ത്രീയുടെ കാര്യം അല്പം നമ്മൾ ആ സ്ത്രീ പറയുന്നതൊന്ന് കേൾക്കാം. ഞാൻ സ്കൂളിൽ 8ാം ക്ലാസ് മുതലേ ഞാൻ കേൾക്കുന്നൊരു പേരാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ കണ്ടു. കാരണം അന്നൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചേനെ. പക്ഷെ അന്നൊന്നും നമുക്ക് ഫോൺ ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദിനെ പെട്ടെന്ന് വയ്യാതായി ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞു. വല്ലാത്തൊരു സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ ഒന്ന് വിങ്ങിപ്പോയി. കാരണം ഞാൻ ഒരുപാട് കാണാൻ ശ്രമിച്ചതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടം നമ്മൾ ആരോട് തുറന്നു പറയും, ആരുടെ അടുത്താണ് നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്ടങ്ങൾ നമ്മൾ ആരുടെ പറയുക എന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഉസ്താദിന് വേണ്ടിയിട്ടുള്ള ദുആ. ഈ സ്ത്രീക്കാണെങ്കിലോ മുസ്ലിമീങ്ങളാണ് ഭയങ്കര ഇഷ്ടം. പള്ളികളും മുസ്ലിമീങ്ങളും അതുപോലെ ഉസ്താദന്മാരും. നമുക്കിവിടെ വരച്ചു വിൽക്കാനും ബിംബാരാധനയും ഒന്നും നമ്മളത് ഇല്ല എന്ന് അവൾ അറിഞ്ഞതോടുകൂടെ അവൾ സ്നേഹിക്കാനും ഇച്ഛിക്കാനും അതുപോലെ പുകഴ്ത്തി പറയാനും തുടങ്ങിയത് ഉസ്താദന്മാരെയാണ്, ഉസ്താദന്മാർ നേതാക്കളെയാണ്. ഇവൾ ശ്രമിച്ചിരുന്നു AP ഉസ്താദിനെ കാണാൻ വേണ്ടി. ഡയറക്റ്റായി എനിക്ക് കാണണമെന്ന്, പള്ളിയുടെ അടുത്ത് വന്ന് എനിക്ക് കാണണമെന്ന് ഇവൾ ശ്രമിച്ചിരുന്നു. അതിനെ നല്ല പ്ലാനിങ്ങോട് കൂടെ ഉസ്താദ് മാറി നിന്നതാണ്. അതിന് പെർമിഷൻ കൊടുത്തില്ല. അത്രയും നല്ലതായി ആണ് നമുക്ക് അവിടെ പറയാനുള്ളത്. സ്വാഗതമാണ് AP ഉസ്താദിന്. നല്ല ഒരു ഓർമ്മയോടുകൂടെയും ബോധത്തോടെയും പ്രവർത്തിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ധന്യക്കാണെങ്കിലോ ധന്യയുടെ മതമുണ്ട്, ധന്യയുടെ മതമുണ്ട്, മതസ്ഥാപകരുണ്ട്, മതത്തിലുള്ള പൂജാരിമാരുണ്ട്, അതുപോലെ സ്വാമിമാരുണ്ട്, എല്ലാം ഉള്ളതാണ്. അവരെ ഒന്നും പറയാനില്ല. അവരെ ഒന്നും പറയാനില്ല, പുകഴ്ത്താനുമില്ല, ആ കാര്യമേ ഇല്ല. അതിന് ചന്തിൻ്റെ അടിയിലേക്കിട്ട് ഇരുന്ന് പുകഴ്ത്തുന്നത് മറ്റേ ഭാഗത്തെ കാണും. ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. മൊത്തത്തിൽ പണമുണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കിയതുപോലെയല്ല.
സ്ത്രീകൾ പല വീഡിയോകൾ ചെയ്യുന്നു. ഇവർ ഇത് ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടാക്കാൻ വേണ്ടി, പ്രത്യേക ശ്രദ്ധിക്കാൻ വേണ്ടി 2 സ്ത്രീകൾ ചെയ്യുന്ന നാശമുള്ള കാര്യമാണിത്. ആര് വിഷമിച്ചാലും എനിക്കൊന്നുമില്ല, നല്ല പോലെ ചിന്തിക്കണം. അതാണ് ആദ്യം നിങ്ങൾക്ക് 2 കാണിച്ചത്. 2 ശബ്ദങ്ങൾ കേട്ടില്ല. ഒന്ന് ധന്യ സ്വതാ പറഞ്ഞതും, സ്വന്തമായി അവൾ പറഞ്ഞതും, രണ്ടാമത് ഒരു ചാനൽക്കാരൻ ജസ്ന സലീമിൻ്റെ ഭർത്താവിനെ പറ്റി പറഞ്ഞത്. തൻ്റെ ഇടമില്ലാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇതാണ്. സ്ത്രീകൾ എവിടെയും പോകാം, നാശം പിടിച്ച സ്ത്രീകളാണ്. ഇതിനെ മതത്തെ പറഞ്ഞു ഒരു കാര്യവുമില്ല. മതത്തിനും ഇവർക്കും ഒരു ബന്ധവുമില്ല. ധന്യക്കാണെങ്കിലും അതുപോലെ ജസ്നക്കാണെങ്കിലും മതത്തിനും ഇവർക്കും ഒരു കണക്ഷനുമില്ല. ഇവർ സ്വന്തം മതത്തെ തിരസ്കരിച്ചവരാണ്. ഇവർ രണ്ടിനും കൊള്ളാത്തവരാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അതുപോലെ നമസ്കാരം.